ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു മാരുതിയുടെ കാറാണ് എർട്ടിഗയുടെ LXi വേരിയന്റ്. ഇതിപ്പോൾ റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന 6 എയർ ബാഗുള്ള 2025 മോഡൽ എർട്ടിഗയുടെ LXi വേരിയന്റ് ആണ്. ഇപ്പോൾ VXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയറിൽ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം ഡിഫറൻസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, VXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ എർട്ടിഗയുടെ LXi വേരിയന്റ് ആണ്, അതായത് ബേസ് വേരിയന്റ്. സാധാരണ എർട്ടിഗ ചോദിക്കുന്നവരെല്ലാവരും എടുക്കാറ് VXi വേരിയന്റ് ആണ്. ഇപ്പോൾ ടാക്സി സെഗ്മെന്റിലാണെങ്കിൽ ടൂർ M ആണ്, അതും VXi വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പക്ക ഒരു ബേസ് വേരിയന്റ് LXi. അത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു LXi വേരിയന്റ് അല്ലെങ്കിൽ ഒരു ബേസ് വേരിയന്റ് ആണെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് എൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലെ ഗ്രില്ല് തന്നെയാണെങ്കിൽ VXi വേരിയന്റ് തൊട്ട് നമുക്കിവിടെ ഒരു ക്രോം ഇൻസെർട്ടുള്ള ഗ്രില്ലാണെങ്കിൽ ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്ത സുസുക്കിയുടെ ലോഗോ. എനിക്ക് ആ ക്രോം ഗ്രില്ലിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു ഗ്രില്ലായിട്ട് തോന്നിയത് ഈ ഒരു ബ്ലാക്ക് ഗ്രില്ല് തന്നെയാണ്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചേഞ്ചസും കൊടുത്തിട്ടില്ല. നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹൈ ബീം അതിനോട് ചേർന്ന് ലോ ബീമായിട്ട് നമുക്ക് നമ്മുടെ നോർമൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് പാർക്ക് ലൈറ്റ് കാണാം, അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ്. ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ്. നമുക്ക് ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് നമുക്കൊരു MT ഫോഗ് ലൈറ്റ് ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാം. വേറെ ഫ്രണ്ടിൽ ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. ആ ഒരു VXi വേരിയന്റിന്റെ അതേ ലുക്കാണ്. 190 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് LXi ആണെന്ന് നമുക്ക് മനസ്സിലാകും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് LXi അല്ലെങ്കിൽ ബേസ് വേരിയന്റ് ആണെന്ന് മനസ്സിലാവും. കാരണം നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്, അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ടയർ സൈസ് നമുക്ക് LXi ആൻഡ് VXi സിമിലർ ആയിട്ടാണ് വരുന്നത്. ഇത് 15 ഇഞ്ച് വീൽസ് ആണ്. 195 185 65 15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകൾ ആണ്. വീൽ കപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വീൽസിന്റെ കളറെല്ലാം ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. VXiയുടെ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. വേറെ റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ ഒരു ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ ഇതൊരു ബേസ് വേരിയന്റ് ആണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു എർട്ടിഗ എടുത്തിട്ട് ആക്സസറീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ബേസ് വേരിയന്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. വേറെ ഡോർസ് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻ നമുക്കിപ്പോൾ പുതിയ എർട്ടിഗ വന്നപ്പോൾ കുറച്ചും കൂടി വലിപ്പം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ LXi ആൻഡ് VXi എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യാതൊരു ഡിഫറൻസും തന്നെ വരുന്നില്ല. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്ന എർട്ടിഗയിൽ വന്ന ഒരു സ്പോയിലർ നമുക്ക് ബേസ് LXi വേരിയന്റിലും മാരുതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് ആ ഒരു സ്പോയിലറിനോട് കണക്റ്റായി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വരുന്നത്. വൈപ്പർ വാഷർ D4 ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ടെയിൽ ലൈറ്റ് നമുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് LED ആണ് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നത്. അത് താഴെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റും ഹാലജൻ ആണ്. ബേസ് വേരിയന്റിൽ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ബേസ് വേരിയന്റിൽ കാണാം. ബാക്കിൽ നിന്നുള്ള ഡോറ് നമുക്ക് ലോക്ക് ചെയ്ത് ബാക്കിലെ ഡോറ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ കീ ഹോളിന്റെ ഓപ്ഷനും കൂടിയും കൊടുത്തിട്ടുണ്ട്. അതായത് കീ ഇട്ട് നമുക്ക് ഈ വാഹനം ബാക്കിൽ നിന്ന് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. എർട്ടിഗ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ് ഒന്നും തന്നെ വരുന്നില്ല. ബൂട്ട് നോക്കുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ബൂട്ടുകളാണ് വരുന്നത്. ഇവിടെ ഒരു സെപ്പറേഷൻ നമുക്ക് ആ ബൂട്ടിൽ വന്നിരുന്നു. VXi വേരിയന്റിൽ LXi വേരിയന്റിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് 50-50 ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബൂട്ട് സ്പേസിലോ ബാക്കിലെ സ്പേസിലോ കാര്യങ്ങളിലൊന്നും യാതൊരു ഡിഫറൻസും LXi ആൻഡ് VXi വേരിയന്റിൽ വരുന്നില്ല. ബാക്കി ഇന്റീരിയർ ലുക്ക് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കീലാണ് പിന്നെ വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ്. ഇതിനകത്ത് സെൻട്രൽ ലോക്കിങ്ങിന്റെ കാര്യങ്ങളൊന്നും കീയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നോർമൽ ആ ഒരു സാധാ കീയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് സെൻട്രൽ ലോക്കിംഗ് കാര്യങ്ങൾ വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. ഡോർ പാഡ് നമ്മൾക്ക് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. മിറേഴ്സിന്റെ കൺട്രോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക്. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. മിറേഴ്സ് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. സ്പീക്കർ വീല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. LXi VXi വരുന്ന സീറ്റ് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആണ്. ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നതുകൊണ്ട് അതിന്റെ ബാഡ്ജിങ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു.
ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കാണാം, ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് ബേസ് വേരിയന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല, മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. ഈ പോർഷൻ നമുക്കൊരു പ്ലാസ്റ്റിക് ഫീലാണ് കൊടുക്കുന്നത്. നമ്മുടെ സെക്കൻഡ് വേരിയന്റ് തൊട്ട് നമുക്ക് ഇവിടെ ഒരു ഫേക്ക് വുഡിന്റെ ഒരു ഫിനിഷാണ് ശരിക്കും വന്നിരുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല, കൺട്രോൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇടതുവശം വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ LXI, VXI, ZXI ആൻഡ് ZXI പ്ലസ് സെയിം ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. സ്പീഡോമീറ്റർ, RPM അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്യൂൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചർ അനലോഗാണ്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഒരു എംബ്ലം ആണ്. പിന്നെ മറ്റ് ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു empty, പിന്നെ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റിലും കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ബീപ്പ് സൗണ്ട് മാത്രമാണ്, അതിന്റെ ഫംഗ്ഷൻസ് ഒരു സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. അവിടെ ഒരു എംപ്റ്റി സ്പേസ് ആണ്. ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യാം. AC വെൻസിനകത്തെല്ലാം നമുക്കൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്ന ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. മാനുവൽ AC കൺട്രോൾസ് ആണ്. താഴെ നമുക്ക് 12 വോട്ടിന്റെ ചാർജിംഗ് പോർട്ട് വന്നിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ എല്ലാം എംപ്റ്റി സ്പേസ് ആണ്. ഇവിടുത്തെ നമ്മുടെ ആ ഒരു കൂൾഡ് ഫീച്ചർ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഗിയർ ലിവർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഫുൾ ഒരു പ്ലാസ്റ്റിക് ഫീലാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംറസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 6 എയർ ബാഗ് ആയതുകൊണ്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, ക്വാർട്ടർ വെസൽ, സൺവൈസസ്, മിറർ ഇല്ല. മാനുവൽ ഡിമ്മിങ്ങോ കൺട്രോളോ ഒന്നുമില്ലാത്ത IR VMs ആണ്. റീഡിംഗ് ലൈറ്റുകൾ നമുക്ക് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സെൻറ്ററിലേക്ക് വന്ന് ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ്, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ വരുന്നുള്ളൂ. നമ്മൾ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയൊരു ഗ്ലോ ബോക്സ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഡോറുകൾ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡിൽ നമുക്ക് പവർ വിൻഡോൻ്റെ കൺട്രോൾ മാത്രം കാണാം. ഫുൾ വൈറ്റ് ഫിനിഷിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ AC വെൻസ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഫ്രണ്ടിലെ 4 AC വെൻസ് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 3 സീറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ ഹെഡ് റെസ്റ്റ് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ മാസീവായിട്ടുള്ള ഹെഡ് റൂമാണുള്ളത്. എനിക്ക് തോന്നുന്നു 20 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. നമുക്ക് 3 പേർക്കൊക്കെ സുഖമായിട്ട് സെക്കൻഡ് റോയിൽ ഇരിക്കാം. തേർഡ് റോയിൽ നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. പക്ഷേ തേർഡ് റോയിലേക്ക് AC വെൻസോ ചാർജിംഗ് പോർട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ശരിക്കും ഒരു 2 സീറ്ററായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കിലെ സീറ്റ് എല്ലാം ഫോൾഡ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് ലഗേജ് ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് ശരിക്കും ഈ വാഹനം യൂസ്ഫുൾ ആവുള്ളൂ. അതല്ലാണ്ട് നിങ്ങൾ ഇവിടെയും കൂടി ആൾക്കാരെ വെച്ച് ട്രാവൽ ചെയ്ത് ബാക്കിലും കൂടി ആളുകൾ വരുമ്പോൾ AC കൂളിംഗ് ഒട്ടും ബാക്കിലേക്ക് എത്തൂല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ എർട്ടിഗ എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം VXI വേരിയൻ്റെങ്കിലും എടുക്കുക. എർട്ടിഗ ബേസ് LXI വേരിയൻറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഈ ബേസ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ മാരുതിയുടെ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയാണ് വരുന്നത്. മാനുവൽ വേരിയൻറ്റ് മാത്രമാണ് LXIയിൽ വരുന്നത്. ഓട്ടോമാറ്റിക് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 103 HP ആണ് പവർ. 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. മൈലേജ് കമ്പനി പറയുന്ന 20.5ഒക്കെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ LXI വാഹനത്തിന് എന്താണെങ്കിലും മൈലേജ് കാര്യങ്ങൾ കൂടുതൽ ലഭിക്കും. കാരണം ഇതിൻ്റെ ബാക്കിലേക്ക് AC വെൻസ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ കമ്പനി പറയുന്ന ഒരു 15 മൈലേജ് ആവറേജ് നമുക്ക് ഈ LXI ബേസ് വേരിയൻറ്റിന് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് LXI വേരിയൻറ്റ് നമുക്ക് 10,60,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതായത് ഇത്രയും വലിപ്പമുള്ള മാരുതിയുടെ ഒരു 7 സീറ്റർ നിങ്ങൾക്ക് 10,60,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. VXI വേരിയൻറ്റിന് 12,15,000 രൂപയാണ് വരുന്നത്. അതായത് LXI ആൻഡ് VXI തമ്മിൽ ഏകദേശം 1,60,000 രൂപയുടെ അടുത്ത് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. VXI ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എർട്ടിഗയിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ VXI വേണം. 13,80,000 രൂപയാണ് VXI ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എർട്ടിഗയ്ക്ക് പ്രത്യേകിച്ച് ഓണം ഓഫർ കാര്യങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ല.
അപ്പോൾ എർട്ടിഗയുടെ LXi വേരിയൻ്റ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എർട്ടിഗയുടെ LXi വേരിയൻ്റ് ഒട്ടും വാല്യൂ ഫോർ മണി അല്ല. നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റുള്ളൂ, ഒരു 7 സീറ്റർ വേണം, നിങ്ങളുടെ പർപ്പസ് രണ്ടുപേരൊക്കെ യാത്ര ചെയ്യണുള്ളൂ, ബാക്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാനാണ്, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാനൊന്നും ഈ ഒരു LXi വേരിയൻ്റ് കംഫർട്ടബിൾ അല്ല. കാരണം ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല, നല്ല ചൂടായിരിക്കും തിയേറ്ററുകളിലേക്കൊക്കെ, നല്ല ചൂടാണെങ്കിൽ പുറത്ത്. അപ്പോൾ ഈ AC-യുടെ ഈ 4 വെൻറ്റിൽ നിന്നുള്ള കൂളിങ് അവിടെ വരെ ചെല്ലുമ്പോഴത്തേക്കും പുറകിലിരിക്കുന്ന ആൾ നിങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഒരു 7 സീറ്റർ വേണം, നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ VXi വേരിയൻ്റെങ്കിലും മിനിമം എടുക്കണം. LXi വേരിയൻറ്റ് ഫ്രണ്ട് 2 പാസഞ്ചേഴ്സ് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം, നല്ല AC കാര്യങ്ങളെല്ലാം കിട്ടും. ബാക്കിലേക്ക് പോകുന്തോറും AC-യുടെ കൂളിങ് കാര്യങ്ങൾ കുറഞ്ഞു വരും. പിന്നെ യാത്ര AC ഇല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള വാഹനത്തിന് യാത്ര കംഫർട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതിയിലായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ LXi വേരിയൻ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടാൻ തന്നെ ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ എടുക്കുമായിരിക്കും. എർട്ടിഗ എടുക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം VXi വേരിയൻ്റെങ്കിലും എടുക്കുക. VXi വേരിയൻ്റ് എടുത്ത് മ്യൂസിക് സിസ്റ്റം മാറ്റിയിട്ട് അത്യാവശ്യം നല്ലൊരു ടച്ച് സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ ഇനഫാണ് ആ വാഹനം. ബാക്കി ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് മാരുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് VXi വേരിയൻ്റ് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല എങ്കിലും ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന 1,60,000 രൂപയ്ക്ക് വെർത്തായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇൻറ്റീരിയറിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കമ്പയർ ചെയ്യുമ്പോൾ ആ പ്രൈസ് നമുക്ക് ശരിക്കും വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.